നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വീണ്ടും കടുവ. വളർത്തുനായയെ കടുവ പിടിച്ചെന്ന് നാട്ടുകാർ. വയനാട് കുറുക്കൻമുല കാവേരിപ്പൊയിൽ വനഭാഗത്തോട് ചേർന്ന ജനവാസ മേഖലയിലാണ് കടുവയെ കണ്ടെന്ന് സൂചനയുള്ളത്. പ്രദേശവാസിയായ ലക്ഷ്മിയുടെ വീട്ടിലെ വളർത്തുനായയെ കടുവ പിടിച്ചു. താൻ കടുവയെ നേരിട്ട് കണ്ടുവെന്നാണ് ലക്ഷ്മി പറയുന്നത്. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാൽ പുലിയാണെന്ന അനുമാനത്തിലാണ്. ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ ഭീഷണി പടർത്തിയ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. വനം വകുപ്പ് നടത്തിയ തിരച്ചിലിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയില്ല. സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നത് വെറും ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. 135 വർഷത്തെ മഴക്കാലം ഡാം അതിജീവിച്ചതാണെന്നും സുപ്രീം കോടതി പരാമർശിച്ചു. ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് വാക്കാൽ പരാമർശം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വർക്കലയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടിച്ചു. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ സമീപത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത പുരയിടത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ വർക്കല ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ നിമിത്തം വൻ അപകടം ഒഴിവായി. പോലീസുകാരന്റെ കൊടും ക്രൂരത. 17 വയസ്സുകാരന്റെ കൈ 12 പോലീസുകാർ ചേർന്ന് തല്ലിയൊടിച്ചു. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ പോലീസിന്റെ കൊടും ക്രൂരത. 17 വയസ്സുകാരന്റെ കൈ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ 12 പോലീസുകാർ ചേർന്ന് തല്ലിയൊടിച്ചു. എറണാകുളത്ത് താമസിക്കുന്ന തൃശൂർ സ്വദേശിക്കാണ് മർദ്ദനം. മഫ്തി പോലീസുകാരനെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് കുട്ടിയെ പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചത്. തുടർന്ന് കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചത് മാതാവിനെ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചു. അനുവാദമില്ലാതെ വീഡിയോ എടുത്തപ്പോൾ പ്രതികരിച്ചതാണ് മർദ്ദന കാരണമെന്നാണ് കുട്ടിയുടെ പ്രതികരണം. സ്കോളിയാസിസ് രോഗിയായ കുട്ടി നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ACPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി പ്രിയങ്ക ഗാന്ധി. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി പ്രിയങ്ക ഗാന്ധി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനൊപ്പമാണ് പ്രിയങ്ക എത്തിയത്. രാധയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയനാട് കണിയാറത്ത് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ CPM പ്രവർത്തകർ കരിക്കൊടി കാണിച്ചു.